അപ്പോൾ അങ്ങനെ സാംസങ് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസസിൻ്റെ ലോഞ്ചിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ. അപ്പം ജനുവരി 22 അതിൻ്റെ ഒരു അൺപാക്ക്ഡ് ഇവൻറ്റ് ഇത് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലീക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ജനുവരി 22 അൺപാക്ക്ഡ് ഇവൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം ആ ഒരു ഇവൻറ്റിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം? മെയിനായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു 4 ഡിവൈസസാണ്. എല്ലാ പ്രാവശ്യവും 3 ഡിവൈസാണ് അവർ മെയിനായിട്ട് ലോഞ്ച് ചെയ്യുക. പക്ഷേ ഈ വർഷം ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ആവുന്നുണ്ട്. S25 Ultra, S25 Plus, S24 പിന്നെ S25 Slim എന്ന് പറഞ്ഞൊരു ഡിവൈസാണ് ഈ ഒരു ഇവൻറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ S25 Slim? ഓക്കെ, ഈ ഒരു ഡിവൈസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സ്മാർട്ട് ഫോൺ മെയിനായിട്ടും കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഇതുവരെ ഇറക്കാത്ത ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ ഇറങ്ങുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും iPhone 17 Air എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ടാണ് സാംസങ് ഈ ഒരു S25 Slim ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സ്ലിമ്മിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു iPhone 17 Airൻ്റെ കാര്യം ഇപ്പോഴും റൂമർ തന്നെയാണ്. ഓക്കെ, അത് ഒഫീഷ്യൽ ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ റൂമേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും അവരുടെ റൂമേഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും സത്യമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു സാംസങ്ങിൻ്റെ ഒരു S25 Slim iPhone 17 Air ആയിട്ടുള്ളൊരു കോമ്പറ്റീഷന് മുന്നോടിയായിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളതെന്ന്. ഇനിയിപ്പോൾ iPhone 17 Air എങ്ങനെയിരിക്കും? iPhone 17 Airൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള തള്ളലാണ് ഈ ഒരു ടെക് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 5mm തിക്കും, അതുപോലെ തന്നെ ഒരു ക്യാമറ ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് ഐഡൻറ്റി വെച്ചിട്ട് വരുന്നുണ്ട്. മറ്റേ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന iPhone 16 വന്ന ആ ഒരു ക്യാപ്ചർ ബട്ടൺ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് ഈ ഒരു ഡിവൈസിൻ്റെ കുറേ ഫീച്ചറിനെ പറ്റി പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനും പോരാണ്ട് ഇപ്പം പിക്സലിൻ്റെ 3 ക്യാമറയുടെ ഡിസൈൻ വെച്ചിട്ടും ഇപ്പോൾ iPhone 17 Air വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പരിപാടികൾ നമുക്ക് കാണാം. പിന്നെ വേറൊരു റൂമറും കൂടിയും ഉള്ളത് ഈ ഒരു S25 Slim എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് ഇവിടെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോഴത്തെ ഫോൺ ലൈനപ്പ് നോക്കിയാൽ നമുക്ക് S സീരീസിൽ തന്നെ S അൾട്രയും പിന്നെ ആ ഒരു നോൺ അൾട്ര ഡിവൈസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ S സീരീസിലുള്ള ഒരു സബ് സീരീസാണ് SE FE സീരീസ്, ഫാൻ എഡിഷൻ സീരീസ്. ഇപ്പം S20 FE, S21 FE, S23 FE, S24 FE. അപ്പോൾ ആ ഒരു സീരീസിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ആ ഒരു നെയിമിംഗ് സ്കീം അങ്ങ് മാറ്റിയിട്ട് ഇനി മുതൽ സ്ലിം ആകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് FEക്ക് പകരം ആ ഒരു സ്ലിം എന്ന പേരിലായിരിക്കും ആ ഒരു റേഞ്ചിൽ വന്ന ഡിവൈസസിൻ്റെ ആ ഒരു നെയിമിംഗ് സ്കീം വരാം. പിന്നെ സ്ലിം കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്ക്, അവർ റിസർച്ച് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ സീരീസ് ആയിരിക്കും ഈ ഒരു സ്ലിം സീരീസ്. S25 Slimൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ലീഡിംഗ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി ഫസ്റ്റ് എന്ന രീതിയിലൊരു ടെക്നോളജി ഉണ്ട്, ALOP, ഓൾ ലെൻസ് ഓൺ പ്രിസം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി. ഇത് മെയിനായിട്ടും ക്യാമറ ബമ്പ് കുറച്ചിട്ട് ആ ഒരു ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പാണ് മെയിനായിട്ട് സാംസങ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ആ ഒരു ടെലിഫോട്ടോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആ ഒരു സൂമിങ് സെറ്റപ്പ് വരുന്ന ലെൻസിലൊക്കെ പ്രിസം എന്നൊരു സംഭവം വെക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു ഫോക്കൽ ലെന്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ലെൻസിൻ്റെ മേളിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ALOP ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെറ്റപ്പ് ഓൾറെഡി സാംസങ് അവരുടെ ആ ഒരു റിസർച്ചിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ഈ ഒരു S25 Slimൽ വരുന്നതെന്നും നമുക്ക് റൂമേഴ്സിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ S25 Slim എന്ന് പറഞ്ഞാൽ ആ ഒരു S25 സീരീസിൽ വെച്ച് ഏറ്റവും ടോപ്പ് അഡ്വാൻസ്ഡ് ടെക്ക് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കും. ഇനിയിപ്പോൾ S25 സീരീസിലെ ഡിവൈസിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ടും റീഡിസൈൻ വന്നിരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആ ഒരു സ്ലാബും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പും മാറ്റിയിട്ട് ഇത്തിരി റൗണ്ട് കോർണറൊക്കെ ആയിട്ട് വരുന്ന ഹാൻഡിലൊക്കെ കയ്യിലൊക്കെ നല്ലോണം ഒതുക്കി പിടിക്കാവുന്ന രീതിയിൽ, കൈയൊക്കെ എന്താ പറയുക പ്രശ്നങ്ങൾ വരാതെ അത്യാവശ്യം വെയിറ്റുള്ള ഡിവൈസാണ്, വലിയ ഫോണുമാണ്. അപ്പോൾ അതൊക്കെ ഒതുക്കി ആ ഒരു റൗണ്ട് കോർണറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കയ്യിൽ പിടിക്കാനും ഇനി ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി S25 സീരീസിലെ എല്ലാ ഫോണും റൗണ്ട് കോർണറായിരിക്കും. അത് നമുക്ക് ആ ഒരു ലീക്ക്ഡ് ആയിട്ടുള്ള ആ ഒരു S25 അൺപാക്ക്ഡ് ഇവൻറ്റിൻ്റെ ബാനറിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ക്യാമറ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറ അവിടെ നമുക്ക് ആ ഒരു Fold 6 ഇപ്പോൾ വരുന്ന ആ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും, ആ ഒരു ഡിസൈൻ സെറ്റപ്പ് ആയിരിക്കും S25 സീരീസിലും വരുന്നതെന്നും ലീക്സ് ഉണ്ട്. അതോടൊപ്പം S25 സീരീസിൽ നല്ല രീതിയിൽ ആ ഒരു ബെസൽസ് കുറയുന്നുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് S25 Ultra ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ബാക്കി S25ഉം 5+ൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ S24ലും S24+ലും കണ്ട സെയിം സെറ്റപ്പ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ സാംസങ്ങിൻ്റെ ബാക്കി എല്ലാ സെറ്റപ്പും അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു S25 Ultraനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്നത്
ആൻഡ്രോയിഡിലെ ഒരു സുപ്രീം എക്സ്പീരിയൻസ് നമുക്ക് ഈ S25 അൾട്ര അല്ലെങ്കിൽ S25 സീരീസിൽ കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, അവരുടെ യൂസർ എക്സ്പീരിയൻസ് ആണ്, അവരുടെ UI ആണ്. One UI 7 നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഓവറോൾ എല്ലാ സംഭവത്തിനെയും സെറ്റ് ചെയ്ത കാര്യങ്ങളും, പിന്നെ മൾട്ടി ടാസ്കിങ് ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും One UI നല്ല രീതിയിൽ റീഡിസൈൻ വരുത്തിയിട്ടുണ്ട്, ഫ്രഷ് ലുക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കസ്റ്റമൈസ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഒരു സൂപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഈ ഒരു One UI 7 കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം S25 ഫാമിലിനെ പറ്റി ഏകദേശം ഒരു ധാരണയെന്ന് തോന്നുന്നു. ഇനിയിപ്പം S25 സീരീസിലെ പുതിയ ഡിവൈസസ് എടുക്കണോ? ഇപ്പോൾ നിങ്ങളൊരു S24ഉം S24 പ്ലസും S24 അൾട്ര യൂസറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ S23 അൾട്ര യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഡിവൈസ് എടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ പോയി എടുക്കാം, ധൈര്യമായിട്ട് നല്ലൊരു ഫോണായിരിക്കും. ഇനി അതല്ല ഒരു S23ലും S24 എന്നൊക്കെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപ്ഗ്രേഡ് വരുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു അപ്ഗ്രേഡ് വരില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും One UI 7 അപ്ഗ്രേഡ് വരും. ക്യാമറയിൽ വലിയ ചേഞ്ചസും ഒന്നും വരാൻ ചാൻസ് ഇല്ല ഈ ഒരു പുതിയ S25 സീരീസിൽ. പിന്നെ സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം ഡിസ്പ്ലേ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന ആ ഒരു ഡിവൈസിനും വരാൻ പോകുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലും വലിയ ഇൻക്രിമെൻറ്റ്സ് ഒന്നുമില്ല. ഓപ്പോ ഒക്കെ ചെയ്യുന്ന പോലത്തെ പുതിയ ബാറ്ററി ടെക് ഒന്നും കൊണ്ടുവരാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ പെർഫോമൻസിലായിരിക്കും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരാം. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞൊരു ചിപ്പാണ് അതിനകത്ത് വരാം. പക്ഷേ ഒരു പ്രശ്നം, സാംസങ് ഈ ഒരു 8 Eliteനെ നല്ല രീതിയിൽ കൂൾ ചെയ്ത് വെക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വൻ ഓവർ ഹീറ്റിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ത്രോട്ടിലേക്കും തരാനും ചാൻസ് ഉണ്ട്. കാരണം 8 Elite എന്ന് പറയുന്നത് ഒരു പുതിയ ആർക്കിടെക്ചറൊക്കെ ആയിട്ട് വരുന്ന ഒരു ചിപ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കമ്പ്യൂട്ടിംഗ് പവർ എടുക്കുകയും ചെയ്യും, നല്ല തെർമൽ മാനേജ്മെൻറ്റും കൊടുത്തില്ലെങ്കിൽ ഉറപ്പാണ് ത്രോട്ടിലിംഗ് ഉണ്ടാവും. സാംസങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അവരങ്ങനെ ചെയ്യാറില്ല, നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ചെയ്യുക. വരുമ്പോൾ അറിയാം എന്തായാലും. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു iPhone 17 Air ഇറങ്ങുമോ എന്നാണ്. കാരണം ഇതിനെ പ്രതീക്ഷ കൊണ്ടാണ് ഇവർ ഈ ഒരു സ്ലിം എന്ന് പറഞ്ഞ ഡിവൈസ് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ ഉള്ളതാണോ അറിയില്ല. നമ്മളിപ്പം എല്ലായിടത്തും നോക്കിയാൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. സ്ലിം വരും, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും വരുവാണെങ്കിൽ തിക്നെസ്സും കുറഞ്ഞിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോമ്പാക്റ്റ് ഡിവൈസ് ആവാൻ ചാൻസ് ഉണ്ട്. വന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ iPhone 17 കാര്യം പറയുകയാണെങ്കിൽ 17 Airൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും സെപ്റ്റംബർ കഴിയാതെ ഈ ഫോണൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ജനുവരിയിൽ എന്തായാലും ഈ 4 ഡിവൈസ് അൺവീൽ ചെയ്യും. റൂമേഴ്സ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ S25 അൾട്ര, S25, S25 പ്ലസും ആ ഒരു പിറ്റേ ആഴ്ച തന്നെ ലോഞ്ച് ആവും. പക്ഷേ ഈ ഒരു സ്ലിം എന്ന് പറയുന്ന ഡിവൈസ് Q2ലാണ് ലോഞ്ച് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കണം iPhone 17ൻ്റെ ആ ഒരു എയറും ലോഞ്ച് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിരിക്കും ആ ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ ഇത് നടക്കുവാണെങ്കിൽ നടക്കും, മാത്രമേ ഉള്ളൂ, പറയാനൊന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S25 സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു ഡിവൈസ് എടുക്കണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് എടുക്കണം, AI അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, നല്ല പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഡിവൈസസ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഒരു സാംസങ്ങിലേക്ക് എടുക്കണമെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ എമൗണ്ട് ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ S24 S23 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ്, വലിയ അപ്ഗ്രേഡ് ഒന്നും S25 സീരീസ് തരത്തില്ല. കാരണം നിങ്ങൾക്ക് അതേ സെയിം എക്സ്പീരിയൻസ് കിട്ടും. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിവൈസിൽ നമുക്ക് 7 വർഷത്തെ ആ ഒരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. അപ്പോൾ One UI 7 വരും, പിന്നെ ക്യാമറയുടെ അപ്ഗ്രേഡ് വരും, ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ S23ഉം S24 ഡിവൈസസൊക്കെ നല്ല ടോപ്പ് നോച്ച് ആയിട്ടായിരിക്കും അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും വർക്കാവാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു S21, S22 അൾട്ര എന്നൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും S25 അൾട്ര അല്ലെങ്കിൽ S25 ഫാമിലി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയും അതുപോലെ നിങ്ങളുടെ യൂസ് കേസ് നോക്കിയിട്ട് മാത്രമേ ഈ ഡിവൈസ് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെയിനായിട്ടും ഒരു ഓവറോൾ ഫോണാണ്. ഓക്കെ, ഇതിനകത്ത് എല്ലാം നടക്കും. ഓരോന്നത്തെ മാത്രം ഫോക്കസ് ആയിട്ടുള്ള പരിപാടിയല്ല ഈ ഒരു സാംസങ്ങിൻ്റെ ഡിവൈസസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു ബെസ്റ്റ് ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിവോയുടെ ഡിവൈസ് എടുക്കാം. വിവോയുടെ ആ ഒരു X100 അല്ലെങ്കിൽ X200 സീരീസ് നിങ്ങൾക്ക് നോക്കാം. പ്രോപ്പർ, അതായത് DSLR ലെവൽ സാധനമാണ് നിങ്ങൾക്ക് ആ ഒരു വിവോയുടെ ക്യാമറ എന്ന് വരുന്നത്. ഇനിയിപ്പോൾ അതല്ലൊരു ബാറ്ററി ഡിവൈസാണ് നിങ്ങൾ നോക്കുന്നത്, ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓപ്പോയുടെ ആ ഒരു Find X8 ഒക്കെ നിങ്ങൾക്ക് നോക്കാം, ആ ഒരു സീരീസ് നോക്കാം. പിന്നെ പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ iQയുടെ ഡിവൈസസ് നോക്കാം. കാരണം അതിന് മെയിനായിട്ടും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ് ആ ഒരു ഡിവൈസസ് ഒക്കെ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഓവറോൾ ഫോൺ വേണം, എല്ലാം നടക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സാംസങ് എടുക്കാവൂ. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്തായാലും 2024 ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശരി.